നല്ല സെറ്റ് കിടപ്പം. ഇത് മുബാറക്ക് അല്ല, ഇത് മുബാറക്ക് എണീച്ചുന്നില്ലല്ലോ വീണു. പെരുന്നാളാ പുതു ഉടുപ്പൊക്കെ ഇടണ്ടേ? പുതു ഉടുപ്പ് ഇടണ്ടേ? അതെ, പെരുന്നാൾ സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസ്. ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ്. ബേബി മോൺ വരുന്നുണ്ട്. പൈനാപ്പിളിന്റെ കളർ ഉടുപ്പൊക്കെ ഉണ്ട്. എന്തെടുക്കാൻ പോവല്ലേ? എനിക്ക് പക്ഷെ കിട്ടത്തില്ല. എന്താ ഇന്ന് നമ്മുടെ ഇത് ബർത്ത്ഡേ ഗേളാണ്. നോക്ക്, ബർത്ത്ഡേ ആണ് ദുവാടെ. ഹാപ്പി ബർത്ത്ഡേ ദുവാ. അപ്പൊ ഇതേ ബർത്ത്ഡേ ആയിട്ട് ദുവാക്ക് കുടിച്ചു കഴിഞ്ഞു കേട്ടോ പൈനാപ്പിൾ ജ്യൂസ്. സ്റ്റീവന്റെ ബർത്ത്ഡേ ദേ പൈനാപ്പിൾ ജ്യൂസ്. ദുവാടെ ബർത്ത്ഡേ പൈനാപ്പിൾ ജ്യൂസ്. നമ്മള് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് വലിയ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സവാളയിൽ നിന്നും തുടങ്ങുന്നുണ്ട്. സമയം നോക്കി എന്റെ വാച്ചി 12:15 ദുവാടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ദുവാടെ ബർത്ത്ഡേ ആയിരുന്നത് ദുവാതെ കൊച്ചുമായിട്ട് പോകണം. ചെറിയൊരു ഗിഫ്റ്റ് മേലോട്ട് ചെല്ലുമ്പോ ഇനി റെഡിയാടാ. അപ്പൊ അതെ ജച്ച സവാള ഒലിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. പെരുന്നാൾ, വലിയ പെരുന്നാൾ. അപ്പോൾ അവിടെ സവാള വാടുന്ന നമ്മൾ ചിക്കൻ കഴുകാൻ പോകുകയാണ്. നമ്മൾ ബിരിയാണിക്കുള്ള നല്ല അടിപൊളി ചിക്കൻ കിട്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കഴുകുകയാണ്. 3-4 വട്ടം കഴുകണം. ചുമ്മാ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ കഴുകിയിടുക. അപ്പോൾ ഗൈസ് നമ്മുടെ സവാള നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പൊരിച്ച് കോരുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ ക്യാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ആകുന്നുണ്ട്. അത് സെറ്റായിട്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാണ്ട് ബൾക്കായിട്ടൊന്നും അടിക്കുന്നില്ല. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഒരു ഇച്ചിരി ഉള്ളതാണ്. നമുക്ക് മതി. ഇത് കറക്റ്റ് ദം ബിരിയാണി, അല്ലാണ്ട് ആപ്പോ മന്തിയൊന്നുമല്ലേ ഈ വെക്കുന്നത്. നമ്മൾ നല്ല സെറ്റ് ബിരിയാണി. അപ്പോൾ അതേ നമ്മൾ തേങ്ങ ഇടാൻ പോവുകയാണ് പൊരിച്ചു പോരാൻ വേണ്ടി. എണ്ണക്ക് ചൂടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പൊരിച്ച് കോരി വെച്ചേക്കുവാണ്. അപ്പോൾ ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതേ കസ്കസ് ഇടുകയാണ് നമ്മൾ. ആ തേങ്ങത്തോട്ട് തന്നെ കസ്കസും കൂടെ ഇട്ട്. അപ്പോൾ അതേ കസ്കസും തേങ്ങയും സെറ്റായിട്ട് നമ്മൾ എടുത്തേക്കുവാണ്. അപ്പോൾ അതേ നമ്മൾ മസാല സെറ്റാക്കുവാണ് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുവാണ്, മുളക് പൊടി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി ഇടുവാണ്, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, നാടൻ കുരുമുളക് പൊടി, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പ്, കുറച്ച് വിനിഗർ, ചെറിയ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി കുറച്ച് കോൺഫ്ലവർ പൊടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ, അടിപൊളി ചിക്കനാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകാം. ഉരുളി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ എണ്ണയെല്ലാം സെറ്റാക്കി ഇട്ടുള്ളത് നമ്മൾ അടിപൊളി മസാലയൊക്കെ തേച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട്
നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇത്രയും പൊരിച്ചിട്ടുണ്ട്, ഇനിയും പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ടൈം കണ്ട 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേജാണിപ്പോൾ കണ്ടത്. ഇതിനകത്ത് തന്നെ നമ്മൾ രാവിലത്തേക്ക് കുറച്ച് കറിയും കൂടെ അടിക്കാൻ പോകുന്നു. അപ്പോൾ അതേ നമ്മൾ ആ ചിക്കൻ പൊരിച്ച എണ്ണക്കകത്തോട്ട് തന്നെ രാവിലത്തേക്കുള്ള ചെറിയൊരു ഗ്രേവി അടിക്കാൻ പോകും. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ആകുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണയിൽ തന്നെ അടിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില, പുതിന, മല്ലിയില ഇതെല്ലാം ഇടുകയാണ്. നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് 2 തക്കാളി അരിഞ്ഞത് കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ ഇപ്പോൾ സമയം എത്രയാണ് ബാക്കി എല്ലാവരും കിടന്ന് നമ്മൾ ഇതെല്ലാം മാറ്റി. അപ്പോൾ നമ്മൾ ഇതെല്ലാം മാടി വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല കിടക്കുന്നുണ്ട്. പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ടു, 2 പച്ചമുളക് ഇട്ട്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉള്ളത് ഗരം മസാല, നമ്മുടെ സ്വന്തം ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പെരുംജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി, മെയിനായിട്ടുള്ള ഉപ്പ്, ഫേവറേറ്റ് സാധനം നമ്മുടെ മാഗി ക്യൂബ്, ചിക്കൻ മാഗി ക്യൂബ് ഇടുന്നുണ്ട്. 2 ക്യൂബ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മൂത്ത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നല്ലപോലെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ കുറച്ച് ചിക്കൻ എടുക്കുന്നതിനകത്തോട്ട് കേട്ടോ. കഴിയില്ല കുറച്ച് പോവാണ് നമുക്ക് ഇത്രയും ചിക്കൻ ഇത്ര ഇട്ടിട്ടുണ്ട്. മതി, നമ്മുടെ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചൊക്കെ എടുത്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് ടൈപ്പാണ്. നല്ല രീതിയിൽ വറ്റിക്കാണ്. ഇനി ഫുള്ളുണ്ട്. ഇത്രയും ഗ്രേവി വേണം, കാരണം നമ്മൾ അരിപ്പത്തിരിയാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ഇത്രയും ഗ്രേവി വേണം. അപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തേക്ക് പോകണം. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സ്നേഹം നിർമ്മാണമുണ്ട്. നമുക്ക് കുറച്ച് സ്നേഹം, ഇയാളുടെ സ്നേഹം എല്ലാ ഡിഷിലും കാണുമല്ലോ. അപ്പോൾ അത് സ്നേഹമാണ്. കുറച്ച് സ്നേഹം ഇട്ടിട്ടുണ്ട്. ഇത് എന്തുവാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല, റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കും കസ്റ്റൂരി മേത്തി ആയിരിക്കും, പക്ഷെ അതല്ല, ഇതൊരു ചൈനീസ് ഐറ്റമാണ്. അതുകൊണ്ട് എൻ്റെ പുറത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ തോന്നിട്ട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആയോ മാറ്റും. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. സമയം 4:30 ആയിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂറെങ്കിലും കിടന്നുറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വള്ളിയാണ്. അപ്പോൾ ബാക്കി നാളത്തേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ച് പരിപാടി ഇങ്ങനെ ഉണ്ട്, സെറ്റാക്കിയിരിക്കുകയാണ്. നാളെ രാവിലത്തേക്കുള്ള പരിപാടിക്കുള്ളതേ ഉള്ളൂ. അച്ചാറൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഇനി നാളെ രാവിലത്തേക്ക് വൈകിയാണ്. അപ്പോൾ ഗൈസ്, ഈദ് മുബാറക്. രാവിലെ തന്നെ പള്ളിയിലോട്ട് പോവാണ്. നമ്മളവിടുത്തെ പള്ളിയിലൊക്കെ നമസ്കാരം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകണം. അപ്പം ജമാഅത്ത് പള്ളിയിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് നോക്കാം. എൻ്റെ വൈറ്റ് ഷർട്ട് എടുത്ത് ഞാൻ പെരുന്നാളിന് കണ്ട വൈറ്റ് ഷർട്ട്, നീല ജീൻസ്. അപ്പം നേരെ പള്ളിയിലോട്ട് പോവുകയാണ്. പള്ളിയിലോട്ട് പോയി ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങൾ. സമയമില്ല, അതുകൊണ്ടാണ്. ജമാഅത്ത് പള്ളി ഇപ്പം നമസ്കാരം തുടങ്ങിയതുകൊണ്ട് ഞാൻ നേരെ കച്ചിപ്പള്ളിയിലോട്ട് പോയി ഗൈസ്. വലിയ പെരുന്നാളിന്റെ വാചരിച്ച 6 തക്ബീറുകളോടുകൂടി ഈ ഇമാമിനെ തുടർന്ന് അങ്ങനെ അൽഹംദുലില്ലാ പെരുന്നാൾ നമസ്കാരവും കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുകയാണ്. കച്ചിപ്പള്ളിയിലെ നമസ്കാരം അടിപൊളിയായിരുന്നു. പെരുന്നാൾ നമസ്കാരമൊക്കെ കിട്ടി നേരെ പോകുന്നത് അത്തച്ചിയുടെ ഖബറിൻ്റെ അടുത്തോട്ടാണ്, ജമാഅത്ത് പള്ളിയിൽ. അവിടെയാണ് അത്തച്ചീൻ്റെ ഖബർ. അങ്ങനെ കച്ചിപ്പള്ളി നമസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് പള്ളിയിലോട്ട്. അപ്പോൾ ഗൈസ്, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ വഴിയാണ്. ഹായ്, ഈദ് മുബാറക്.
ഈദ് മുബാറക്. ഈദ് മുബാറക്. നടുക്ക് കിടന്ന് പെടയുന്നത്. ഈദ് മുബാറക്. അപ്പൊ ഞാൻ ചെയിൻ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപ്പിൽ ഫുഡ് അടിക്കാൻ വേണ്ടി പോണു. അപ്പോൾ ഫുഡ് അടിക്കുന്ന വീഡിയോ കാണിച്ചില്ല. ഇതാണ് ചെറുക്കന്റെ വേറെ ഡ്രസ് ഉണ്ട്. ഇത് ചുമ്മാ പെരുന്നാളിന് ഇനി കുറെ ഡ്രസ് ഇടുമല്ലോ ചെറുക്കൻ. ചെറുക്കന് ഇന്ന് കുറെ ഡ്രസ് ഇടും. അപ്പം അടിയിലോട്ട് പോകുമ്പോൾ അടിയിലോട്ട് പോകാം. അപ്പോൾ അതെ നമ്മൾ അരിപ്പത്തിരിയും ചിക്കൻ റോസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണു. കഴിക്കാൻ പോകണം. നല്ല ചിക്കൻ കറിയാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത്. ഇന്നലെ അല്ല, രാവിലെ വെളുപ്പങ്കാലത്തെ ഉണ്ടാക്കിയത്. ബേബി ഇരുന്ന് കരയും. സേഫായിട്ട് എല്ലാം ചെയ്യാം. നമ്മളിത് കഴിച്ചിട്ട് വരാം. വേറെ കുറേ പരിപാടിയുണ്ട്. ബിരിയാണിയുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ബിരിയാണിയൊക്കെ ഇനി വെക്കാനുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് വരാം. അതേ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ളത് സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും ബാക്കി പരിപാടിയിലോട്ട് ഈ കിടക്കും. ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഉറങ്ങിയിട്ടില്ല, ഒരു രക്ഷയില്ല. എൻ്റെ പിള്ളേ സത്യം പറഞ്ഞാൽ ഈ ബെഡ് കണ്ടപ്പോൾ കിടക്കാൻ പറ്റുക, ഉറങ്ങി പോവുക. ആ ഒരു ലെവലിൽ ഇപ്പം നമ്മൾ കണ്ടുപോകും. അപ്പോൾ എന്തായാലും ഇട്ടിട്ടേക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഉള്ളി ചതയ്ക്കാൻ പോവാണ്. ഉള്ളിയും പച്ചമുളകും ചതയ്ക്കാനുണ്ട്. നമ്മുടെ രാവിലത്തെ പരിപാടിയാണ് തുടങ്ങുന്നത്. കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി വരില്ലേ, ചുമന്നുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. അപ്പോൾ ചുമന്നുള്ളി ചതയ്ക്കാൻ വേണ്ടി ചുമന്നുള്ളി 2 ട്രിപ്പായിട്ട് ചതക്കണം. അത് ഒന്നായിട്ട് തന്നെ ചതയ്ക്കുന്നു. ഇട്ടിക്കിടക്കും. അപ്പോൾ എന്തായാലും ഇത് ചതച്ചിട്ട് കാണിക്കാം. 3 പച്ചമുളകും കൂടി ഇടുവാണ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പരിപാടി ചേർക്കേണ്ടതുകൊണ്ട് അത് അടിച്ച് അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പൊരിച്ച് വെച്ച ചിക്കൻ. അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചു വെച്ച ഉള്ളിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ, കസകസ്, സവാള ഇത്രയും നമ്മൾ ഇന്നലെ രാത്രി പൊരിച്ചു കൂടി വെച്ചത്. ദുവാ ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ ചെമ്പ് വെക്കാൻ പോണേ. അപ്പം എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ. ബിരിയാണി വെക്കാൻ ഇന്നലെ മറ്റേ ചിക്കൻ പൊരിച്ച എണ്ണയാണ്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി മസാലക്കകത്ത് ഇച്ചിരി ടേസ്റ്റ് അടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഗ്യാപ്പിൽ ഇതും കൂടെ വെക്കുവാണ്, അരി തിളപ്പിക്കാൻ വേണ്ടി. ആ ഒരു സൈഡിൽ അരി കൂടെ തിളക്കട്ടെ. അപ്പോൾ നമ്മൾ ചുമന്ന ഉള്ളി ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ അടിച്ച് നന്നായിട്ട് വഴറ്റുകയാണ് എണ്ണയിൽ. അപ്പോൾ വഴറ്റ് കഴിഞ്ഞ് ബാക്കി കാണിക്കാം. ചുമന്നുള്ളി ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അടിച്ച് വെച്ചാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 തക്കാളി ക്രഷ് ചെയ്തൊന്ന് മിക്സിക്കകത്തിട്ട്. എല്ലാവരും പീസാണ് വരുന്നത്, ഇതാകുമ്പം ഒന്നുകൂടെ ടേസ്റ്റാണ്. അതിനാണ് നമ്മൾ ക്രഷ് ചെയ്തത് മിക്സിക്കകത്തിട്ട് 2 കറക്കും. നന്നായിട്ട് ഇളക്കുക. അപ്പം നമ്മൾ ഇനി പൊടികൾ ഇടാൻ പോവുകയാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ മാഗി ക്യൂബ്, ഒരു ചിക്കനൊക്കെ നമ്മൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ മിക്സ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ മൂത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാള പൊരിച്ച് വെച്ചത് ഇടുവാണ്. ഇത് 2 ഫങ്ഷൻസ് ആണ് ഇവിടെ ഉള്ള, 2 സെലിബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ദുവാടെ ബർത്ത്ഡേ, 2 പെരുന്നാൾ, ബലി പെരുന്നാൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇച്ചിരി ആവശ്യമാക്കാന്ന് വിചാരിച്ചു. പായസം ഉണ്ട് കേട്ടോ, പായസമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. സവാള പൊരിച്ചത് കൂടെ നമ്മൾ ഇതിനകത്തോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുകയാണ്. കുറച്ച് തൈര് ഒരു പുളിയൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മളതൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണ്.
അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ഫ്രൈ ഫ്രൈ ഉള്ളത് കൊണ്ട് കാണും. അപ്പോൾ ഇതേ നമ്മുടെ മസാല സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കസോസും തേങ്ങയും കൂടെ മസാലക്കകത്ത് മിക്സ് ചെയ്യുകയാണ്. കൂടുതലുണ്ട്, അപ്പോൾ ഇച്ചിരി മിക്സ് ചെയ്താൽ ചോറിടാൻ നേരത്ത് കുറച്ച് മതിയല്ലോ. വെച്ചിട്ടുണ്ട് അരി കഴുകി. വെള്ളത്തിൽ നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയാണ്ടിരുന്നതാണ്, വെറുതെ വലിച്ചു നീട്ടുണ്ടല്ലോ എന്ന്. അരി ഇടുവാണ്. അപ്പോൾ ഇച്ചിരി പുതിനയും മല്ലിയിലയും ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ല, പെട്ടെന്ന് എടുത്തോണ്ട്. ഇതിങ്ങനെ അരി ഇവിടെ തിളയ്ക്കുന്നു, ഇവിടെ തിളയ്ക്കുന്നു, ഇവിടെ സെറ്റാക്കുന്നു, ഇവിടെ തിളയ്ക്കുന്നു, ഇവിടെ സെറ്റാക്കുന്നു. കസകസും തേങ്ങാ പൊരിച്ചും കൂടി ഇട്ട് പൈനാപ്പിളും കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ KTR പനിനീരാണ്. അപ്പോൾ ഇതിനകത്തൊരു ഇച്ചിരി നമുക്ക് ഗരം മസാലപ്പൊടി ഇടാം. ഗരം മസാല പൊടിച്ച് നമ്മൾ KTR ഇടുകയാണ്. ടിപ്പാണ് കേട്ടോ. ഇത് കല്യാണ പണ്ടാരിയുടെ സിനിമയാണ്. അതായത് പറഞ്ഞു പറ്റില്ല, ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നതുകൊണ്ട് KTR വേണ്ട. എന്നിട്ടൊരു അല്പം ഇവിടെ പനിനീര് കളിക്കാൻ മൈദ നമ്മൾ കുഴിക്കാൻ പോവുകയാണ്. ഈ മൈദ എന്തിനാണ് ചേട്ടാ? നമുക്ക് ദമ്മിടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം, എനിക്കറിയത്തില്ല വെള്ളം എത്രയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് പായസം പോലും വെക്കാനുള്ള സമയമില്ല, അതാണ് അറിയത്തില്ല. നമ്മൾ അരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ അരി തട്ടാൻ പോവുകയാണ്. അത് നമ്മൾ അരിയെടുത്ത് ഇങ്ങോട്ട് സെറ്റ് ചെയ്യണം. അരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കല്യാണ വീട്ടിലെ കണക്കെടുത്ത് ഭാര്യ അറിയാൻ പറ്റത്തില്ല. നമ്മളിത് ഫസ്റ്റ് ലെയർ ചോറ് ഇടണം, അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇടുകയാണ്. കുറച്ച് പൈനാപ്പിൾ, പനിനീര്. അപ്പോൾ നേരത്തെ കോടമഞ്ഞ് വന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടാക്കിയത്. രണ്ടാമത്തെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ടു. ഇനി അതിൻ്റെ പുറത്തൊരു പൈനാപ്പിൾ. അടുത്ത നമ്മൾ അപ്പോൾ അടുത്തത് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്ത് അല്പം മസാലപ്പൊടി കൂടി വിതറുകയാണ്. നമ്മുടെ മസാലയാണ്. ഇനി ദമ്മിടാൻ പോവാണ്. നമ്മുടെ മൈദ ഉരുട്ടി 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 ബിസ്മില്ല. നമ്മൾ ഇത്ര നേരത്തെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റാഹത്തായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മളിത് ദം ചെയ്യാൻ വേണ്ടി മൈദാക്ക് വെച്ച് മൂടി സെറ്റ് ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്. ഈ ഒരു കനം വെക്കുവാണ് നമ്മൾ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് രണ്ട് സൈഡിൽ രണ്ട് ചിരട്ട. പാല് വാങ്ങിക്കാൻ പോയിട്ട് വരുവാണ് പിള്ളേരും എല്ലാവരും. പാല് വാങ്ങിക്കാൻ പോയാ നമ്മുടെ ദമ്മായിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടാടിക്ക് എന്താണ് പറയുന്നത്? പാവട്ടെ. ദം ചെയ്തു വേണോന്ന് കനല് വേണം. കനലല്ല പൊന്നി. അപ്പോൾ അതേ നമ്മൾ അടുത്തതായിട്ട് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. സെറ്റ് ആയിക്കൊണ്ടിരുന്നത് നമ്മളിവിടെ പാലട പായസം ഉണ്ടാക്കുകയാണ്.
അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം. നെയ്സോറ് പായസത്തിനുള്ള ഡെക്കറേഷൻ. അതേ പാല് തിളച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അടയിട്ട് കൊടുക്കണം. അതേ ദുആ അറിയാണ്ട് ഇർഫാൻ കേക്കുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ ടൂട്ടിക്കയിലെ കേക്കുമായിട്ട് ഇർഫാൻ എത്തിയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിനകത്തോട്ട് കിട്ടുന്നു. നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇതാക്കിയത് ഇടുന്നു. സമയമില്ല, മണി 3 ആയി. പക്ഷേ അത് കുറഞ്ഞു വരും. അച്ചാറിന് വേറെ പരിപാടിയുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ്. സമയമുള്ളപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സലാഡ് ഇവിടെ റെഡിയാണ്. പായസം റെഡിയാണ്. ഇനി നമ്മുടെ ബിരിയാണി ദമ്മൂട്ടിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ദുവാടെ ബർത്ത്ഡേക്ക് ഞായറാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മിയിലേക്ക് ശ്രീലക്ഷ്മി ഇർഫാനുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പ് പൊട്ടിക്കാൻ പോവുകയാണ്. നല്ല ഇതാണ് കേട്ടോ, നല്ല സെറ്റ് കിടപ്പം. ദക്ഷിണൊന്നുമില്ലേ? ആയിക്കോട്ടെ. അപ്പൊ ചെമ്പ് പൊട്ടിക്കുന്നത് ചെമ്പ് പൊട്ടിക്കുന്നു സ്കൂളിലെ. നമ്മളെന്താ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ കാര്യത്തിൽ നമ്മൾ ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബീഫ് ഇഷ്ടം പോലെ കിട്ടും. ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. ബീഫിന്റെ തോരൻ, ബീഫിന്റെ സാമ്പാർ, ഇനി അങ്ങോട്ട് ഒരാഴ്ചത്തേക്ക് ബീഫായിരിക്കും. ബീഫ് കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും ഇനി ബീഫ് തിന്നാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് വിളമ്പിയിട്ട് വരാം. എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടി പിന്നെ കൊച്ചിന് പാല് എല്ലാം കുറച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കിട്ടിക്കൊണ്ട് കൊടുക്കാം. പറയണേ, ശ്രീലക്ഷ്മിക്കാണ് കൊടുക്കുന്നത്. പറഞ്ഞിട്ടോ അയ്യോ, വീണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ചിക്കൻ പറയണേ ടീച്ചറോ കാലല്ലേ? ദുബായ് ശ്രീലക്ഷ്മിയും നമ്മുടെ കോഴീന്റെ 2 കാലും എടുത്തിട്ട് 2 കൂട്ടുകാരികൾക്കും കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. നേരത്തെ കഴിച്ചില്ല, രാവിലത്തെ കഴിച്ചില്ല. നമ്മുടെ ബർത്ത്ഡേ ഗേളിന്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട്? ശ്രീലക്ഷ്മി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറാണ്. വേണ്ട ഇനി അളിയന്റെ അഭിപ്രായം. വാക്കുകളില്ല, പറയാൻ വായിലിട്ട്
വളവളാന്നിരിക്കുന്ന ചോറാണ്. എങ്ങനെയുണ്ട് ഇർഫാൻ? പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാ പറയാനുള്ളത്, പറ, എന്തെങ്കിലും കൂടെ പറയും. വാക്കുകളില്ല, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതെല്ലാം എടുത്ത് കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കിയതിനൊക്കെ അവിടെ നല്ല പൊളി സാധനം. ബീഫ് എന്ന് പറയുമ്പോൾ വ്യത്യാസം, ഡിഫറൻസ് ഉണ്ട്. പറയാതിരിക്കാൻ വയ്യ. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇറങ്ങി പോണു, ചവക്കേണ്ട ആവശ്യമില്ല. കൈപ്പുണ്യ പല്ലില്ലാത്തവർക്കും കഴിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് പണ്ടാരിയുടെ അഭിപ്രായം? ഞാൻ എന്റെ കരിവിയും കഴിച്ചിട്ടുണ്ട്. അതെ, പണ്ടാരിനെ കൊണ്ട് വിളിക്കും. കരിയറിലെ ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് അഭിപ്രായം എങ്ങനെയുണ്ട്? സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സാധാരണ കല്യാണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലല്ലേ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടാരിയല്ലേ കല്യാണ ബിരിയാണി അല്ലേ, കല്യാണ വീട്ടിലെ കേട്ടോ. ചിക്കൻ ചിക്കനൊക്കെ നല്ല കിടുക്കണി, നല്ല പൊരിച്ച് സെറ്റാക്കി വെച്ചോണ്ട്. ചിക്കനിലൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ഹിറ്റായിട്ടുണ്ട്. കൊള്ളാം. അപ്പൊ നമ്മളിത് കഴിക്കട്ടെ. ഫോണും പിടിച്ചോണ്ട് ഇതിന് കഴിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ടല്ലോ ബിരിയാണി? നല്ല അടിപൊളി, നല്ല ടേസ്റ്റ്. അടിപൊളിയാണ്. അപ്പോൾ ദൈവനും ഇവിടെ നല്ല അരിയാണ് കേട്ടോ, നല്ല അരിയാണ്. അപ്പോൾ നമ്മൾ പായസം കുടിക്കാൻ പോകും. പായസം വിളമ്പ്. പായസം നമ്മൾ കേക്കിൻ്റെ പകരം അപ്പോൾ നമ്മൾ ചമ്മരിയാണ് കേക്കായിട്ട് പ്ലാൻ ചെയ്യുന്നത്. പ്ലേറ്റിൻ്റെ കാര്യങ്ങൾ ചക്ക മോഡൽ കേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇച്ചിരി കൊണ്ട് നീക്കണോടാ? വേണ്ട ചതി അവൻ്റെ ജാസം. അപ്പം നമ്മൾ ചക്ക മുറിക്കുന്ന പോലെ ചക്ക കേക്ക്, ചക്ക കേക്കാണ്. ചക്ക കേക്ക് മഴ ഉണ്ടോ? ടൈമിങ് ദുവാടെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്ക് മുറിക്കാൻ പോവാണ്. ചക്ക പോലത്തെ കേക്ക്, ചക്ക പോലത്തെ കേക്ക്. മുറുക്കി എഡിറ്റ് ചെയ്ത് കേക്ക് കയറ്റാം. ചുമ്മാ ഇങ്ങനെ വെച്ചാ മതി. എനിക്ക് ഫോട്ടോ എടുക്കട്ടെ, വീഡിയോ എടുക്കുന്ന സമയത്ത് കാണിച്ചാൽ മതി. ഇറച്ചി വെക്കുന്ന പോലെ അല്ല, പതുക്കെ കേക്ക് മുറിക്കുന്ന പോലെ എന്നാലേ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കേക്ക് മുറിച്ചാ മതി. അല്ല, കേക്ക് മുറിച്ചാ മതിയാണ്. എല്ലാരും കൈ കൊട്ടണം കേട്ടോ, കൈ കൊട്ടണേ. കേക്ക് മുറിക്കുന്ന പോലെ തന്നെ മുറിക്കണം കേട്ടാ. എന്നാലും അതിനകത്ത് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇഷ്ടമല്ല. എനിക്ക് ചക്കയല്ലടി, ഇത് കേക്കായിട്ട് കാണും. എനിക്ക് ചക്ക എനിക്ക് ചക്ക മുറിക്കുന്നത് ഇഷ്ടമല്ലത്. ഞാൻ പറയുന്നത് കേട്ടു. സന്തോഷിച്ചിരുന്നാലേ ഇത് നല്ലപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കേക്ക് മുറിക്കുമ്പോ ഇങ്ങനെ ഒരുമാതിരി മാഞ്ചനം പോലെ ഇരിക്കും. നല്ലപോലെ നിൽക്കണേ. ഹാപ്പി ബർത്ത്ഡേ പാടാൻ പോവാണേ. എടാ കൈ അടിക്കണേ. ശ്രീലക്ഷ്മി ഒരൊറ്റ പ്രാവശ്യം എടുക്കത്തുള്ളൂ, കുറെ വട്ടമൊന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ ഞാൻ ദുവാടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശ്രീലക്ഷ്മി ഒക്കെ ആയിട്ട് ദുവ നന്നായിട്ട് മുറിക്കണം കേട്ടല്ലോ. ഓക്കെ
കൈ അടിക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതൊന്ന് എടുത്ത് കളഞ്ഞേരാ, പതിയെ പതിയെ. എങ്ങനെ ഉണ്ടായിരുന്നില്ല? വിചാരിച്ചില്ല ചക്ക കൊണ്ട് തന്നപ്പോ. ഹാപ്പിയായ സർപ്രൈസ് കിട്ടിയില്ലേ? ഇതുപോലത്തെ സർപ്രൈസ് അവിടെ ഒരാൾ കരയുന്നു, നോക്കിട്ട് വരട്ടെ. പേടിച്ചു പോയാടാ. അച്ഛടെ പൊന്നി അതിനൊന്നും സമാധാനിപ്പിക്കാം. അതുവരെ ഞങ്ങളിവിടെ എങ്ങനെയുണ്ട് ശ്രീലക്ഷ്മിയുടെ കേക്ക് പറ. എനിക്ക് ചക്ക മുറിക്കുന്ന ഇഷ്ടമല്ലത്. സാധനങ്ങളൊക്കെ വീണിക്കുകയാണ്. അതൊക്കെ നമ്മുടെ ഇറപ്പാനിക്ക എല്ലാം സെറ്റാക്കി കളയുന്നത് എല്ലാം കളയും. എനിക്ക് എന്ത് പ്രായം മനസ്സിലായില്ല. ഇർഫാനിക്കാന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രേതമാക്കിയില്ല. ഇവനാണ് നമ്മുടെ താരം. ഇവനാണ് നമ്മുടെ ടെസ്റ്റ് ഉണ്ട്. എന്റെ ബർത്ത്ഡേക്ക് കുളിക്കാൻ നിൽക്കുമല്ലോ. ഞാൻ കാണത്തില്ല ഇവിടെ. പിന്നെ ആര് വിളിക്കുന്നത്? ഞാൻ ഇവിടെ കാണത്തില്ല. വേറെ പണിയൊന്നുമില്ല. ഞാൻ മുന്നു ശ്രീലക്ഷ്മി കൈ കൊട്ടണേ. ഇർഫാൻ എന്നെ പിടിക്കണേ. അതല്ലേ വിളിച്ചോളൂ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ചക്ക കേക്ക് ചക്ക കേക്ക് ചക്ക കേക്ക് ഹാപ്പി ബർത്ത്ഡേ. ചക്ക കേക്ക് ചക്ക കേക്ക്. ഞാൻ തന്നെ നിന്നു. ഇങ്ങോട്ട് 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 ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങോട്ട് ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങോട്ട് അയ്യോ ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് വിശ്വാസം വരുന്നില്ല. വിശ്വാസം വരുന്നില്ല. വിശ്വാസമില്ല. എനിക്ക് തോന്നുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ
അന്തം വിട്ടവനെന്ന് ഞാൻ കേക്ക് മാത്രമാണ് തേർഡ് ശ്രീലക്ഷ്മിയാണ് ദുവാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്തോ അൺബോക്സ് നമ്മളെയൊക്കെ കടത്തി വിട്ടില്ലല്ലേ? എന്തൊക്കെയാണ് ഈ മൈലാഞ്ചി, കീച്ചേന്, ആപ്പിൾ കുത്ത്, അടിപൊളി കേട്ടാ. താങ്ക് യു പറ താങ്ക് യു. താങ്ക് യു ശ്രീലക്ഷ്മി. എന്തോ അത് ഇന്നലെ വാച്ച് മേടിച്ചെന്ന് എന്തോ ലിപ് ഗ്ലോസ് ആണ്. ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണിത് അല്ലേ? പിന്നെ പായസം എങ്ങനെയുണ്ട് പായസം? കൊള്ളാം, സൂപ്പർ സാധനം കേട്ടോ. മധുരം കൂടുതലുണ്ട്. അല്ല, മധുരം ഞാൻ പേഴ്സണലി കുടിക്കാറില്ല. മുരിയാനും പാടില്ല, കരിയാനും പാടില്ല. അതിന്റെ നടുക്ക് പായസം പോലും പറയാൻ പറ്റില്ല. അങ്ങോട്ടും പോയിട്ടില്ല, ഇങ്ങോട്ടും പോയിട്ടില്ല. ഞാനുണ്ടാക്കിയ പായസം ഇടക്കിടക്ക് മുന്തിരി അടിക്കാൻ കിട്ടുന്നുണ്ട്. അണ്ടി അല്ല, കശുവണ്ടി. ഇടക്കിടക്ക് കശുവണ്ടി അടിക്കാൻ കിട്ടുന്നുണ്ട്. കൊള്ളാം, വെരി നൈസ്. നമ്മൾ കശുവണ്ടിയും അണ്ടിപ്പരിപ്പും അല്ല, കശുവണ്ടിയും മുന്തിരിയും ഡാൽഡൊക്കെ അതാണ് റോസ്റ്റ് ഇത് കണ്ട, റോസ്റ്റഡ് പായസം. വെരി നൈസ്. ഒന്നും നെയ്യ് ഫുഡൊക്കെ കഴിച്ച് ഉറക്കമായിരുന്നു. ഉറങ്ങി കഴിഞ്ഞത് ഒരാളോട് ഒരുങ്ങുവാണ്. എത്ര മണി? 8 മണി. 9 മണിയാണ്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ചോറും കഴിച്ച് മറിക്കിടന്ന് ഉറങ്ങിയേ. ഉച്ചയുടെ ഞാൻ ലൈറ്റിൻ്റെ വെട്ടമൊക്കെ നോക്കിയപ്പോൾ ഒരാളിവിടെ വരുന്നത്. എവിടെയോ പോകണം. ഞാൻ ഇവിടെ റെഡിയായിട്ട് വരാം. ശ്രീലക്ഷ്മി കൊണ്ടാക്കിയിട്ട് വരാൻ പോവാ. ആക്കിയിട്ട് വന്നിട്ട് വേണം ദുബായ് കഴിക്കാൻ. അപ്പം ഞാൻ എണീക്കട്ടെ. ഞങ്ങള് ശ്രീലക്ഷ്മി ചേച്ചീനെ കൊണ്ടാക്കാൻ പോവാന്. ഉപ്പ് എടാ, വർത്താനം പറയത്തില്ല നമ്മള്, അതുപോലെ വർത്താനം പറയുക. നേരെ നിന്ന് എല്ലാരും ഒരുങ്ങി റെഡി ആയിട്ട് ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് കൂട്ടുകാം. നമ്മുടെ മഴ പെയ്യുന്നു. പിള്ളേരെയൊക്കെ കൊണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീലക്ഷ്മീനെ കൊണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മഴ പെയ്യുന്നു. അപ്പോൾ നമ്മളെന്തായാലും പോകുന്നത് ഓട്ടോയിലാണ്, നമ്മുടെ ബെൻസോ. അപ്പോൾ കൊണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ മഴയാകുമ്പോൾ കുഴപ്പമില്ലല്ലോ പെയ്താലും. അപ്പോൾ നമ്മൾ പുതിയ ബ്ലൂ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ബ്ലൂ ലൈറ്റ് പോവാണ്. നല്ല മഴയുണ്ട്. മഴയത്തിപ്പോൾ നമ്മൾ 2 വീലറിലാണ് വന്നെങ്കിൽ പെട്ടുപോയി. ശ്രീലക്ഷ്മിയുടെയും ദുവാടയും ഒക്കെ ഒരു പാട്ട് പാടുന്നുണ്ട്. പഠിക്കോ? കാണാതെ
കുടിക്കുവാണ്. അത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ചായയൊക്കെ കുടിച്ച് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം പിള്ളേരെ കൊണ്ടുപോയി വീട്ടിലാക്കി. അപ്പോൾ ക്ഷീണം അതേ ഡ്രസ്സൊക്കെ മാറി. കാര്യം വൈറ്റ് ആയതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ക്ഷീണമാണ്. അതുകൊണ്ട് ഈ ഡ്രസ്സൊക്കെ മാറി. ഞാൻ മാറിയില്ല, ഞാൻ ബ്ലാക്ക്. അതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വമാണ് ബ്ലാക്ക് ഇട്ടത്. ഇവിടെ പെട്രോൾ അടിക്കാം, പെട്രോൾ പമ്പ്. നമ്മൾ ഭയങ്കര ആലോചനയുണ്ട്. ഇവിടുന്ന് ചായ കുടിക്കും, എവിടെ നിന്ന് ചായ കുടിക്കും. ചായക്കടയൊന്നും ഇല്ല ഇവിടെ നിന്ന് കുടിക്കാം. തീർന്ന കടി എങ്ങനെ നമ്മൾ മാസാന മുസായിൽ വന്നപ്പോൾ പാൽ കേക്കും ബീഫ് സമൂസയും 2 ചായ. സത്യം പറഞ്ഞാൽ ചായ മാത്രം കുടിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു ഇതിന് കാര്യം നമ്മൾ പായസവും കേക്കും പായസം കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചില്ലേ? ഓ പായസം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞില്ലേ? വെരി നൈസ്. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. കടകളൊന്നും ഇതില്ലാത്തതുകൊണ്ട് ഭയങ്കര ഇരുട്ടാണ്. നമ്മൾ പോകുന്നത് വട്ടപ്പള്ളി. അപ്പോൾ നമ്മളെന്തായാലും ഇനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോയി ചോറ് കഴിക്കണം, പായസം കുടിക്കണം. അവിടെ ചിച്ചിയുണ്ട്, അല്ല ശുക്കാൻ വേണ്ടിയാണ്. ചിച്ചിയുണ്ട് പൊന്നെ. ഹായ് പറഞ്ഞേ. നമ്മുടെ പൊന്നെവിടെ? പപ്പാനെ നോക്കുന്നു. പപ്പാന അവിടെ ശുക്കാമണി ഇതേ നിന്ന് നോക്കുന്നതോ? ശുക്കാമണിയാണ് ഇത്. ആണോ ഇത്? ഇതാണ് ഇത്. പാത്തൂത്തി എവിടെ പോയി? നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ചുക്കു ചുക്കു അതെ നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ദേ നമ്മൾ നൈറ്റ് ഫുഡ് അടിക്കാൻ വേണ്ടി പോകണ്ട. ബിരിയാണിയുടെ കിടപ്പൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റ് കിടപ്പായിരുന്നു ബിരിയാണി. അച്ചാറ്, സലാഡ്. നമ്മൾ രാത്രി കഴിക്കലുകാരായതുകൊണ്ട് നമുക്ക് രാത്രി നല്ല ഫുഡ് വേണം. ഇന്നത്തെക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ഒന്ന് ഇരിക്കുമ്പോൾ നല്ല അടിപൊളി കിടപ്പായി. ഞാൻ ഇടക്കിടക്ക് ഒരു പീസ് അടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ട് ചേർത്തേക്കുന്നു. നേരത്തെ ഞാൻ പീസില്ലാണ്ട് ചോറ് കൊടുത്തത്. രാത്രി റൂമിൽ കയറുമ്പോൾ പറയുന്നത് എനിക്ക് പീസില്ലാണ്ട് ചോറ് തന്നെന്ന് പറയുന്നത്. ഇന്ന് പരിപാടികളൊന്നും നടക്കത്തില്ല, പെരുന്നാളാണ്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വേണം, വേറെ കുറേ പരിപാടികളുള്ള. അപ്പോൾ ദേ ചോറൊക്കെ തിന്നു. പായസം, അപ്പം പായസം കുടിക്കാൻ പോവാണ്. കുറച്ചുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കുടിച്ച്. അപ്പം ഇപ്പം ഞാൻ ഒന്നുകൂടെ കുടിക്കാം. അപ്പോൾ ഗൈസ് ദേ നമ്മൾ ചോറൊക്കെ കഴിച്ച് പുതിയാപ്പിളയായിട്ട് പോകുന്നു. പുതിയാപ്പിളയുടെ വിചാരം എവിടെയാണ് നമ്മൾ കറങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞു. ചോറൊക്കെ കഴിച്ച് വയറ് സെറ്റാണ്. ടാറ്റ പറഞ്ഞേ എംബ്രൂബി ടാറ്റ പറഞ്ഞേ. അപ്പോൾ ജയിച്ചത് കൊച്ചിനുള്ള പാലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഗൈസ് ഇന്ന് ഭയങ്കര ടയർഡാണ്, നമുക്ക് ഉറങ്ങണം, കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോണു. ബാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദും മുബാറക്. ചെറുക്കനോട് യാത്ര പോവാണ്.
അപ്പം നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് അടിക്കുക. നല്ല അടിപൊളി വീഡിയോ ആണ്, നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സൂപ്പർ വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ അടിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും പറയുക. അതും പറയാം. അപ്പം ഇനി വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, വയ്യ എന്താ പറയേണ്ടതെന്ന് വലിയ പറഞ്ഞൂടാ. അപ്പം നമ്മളെ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ടക്ക് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പം അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.